8:35 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നില്ലേ? ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ഇനി ആരിൽ എതിര് നിന്നാലോ, വിധി കൽപ്പിച്ചാലോ? ദുഃഖമാവട്ടെ, രോഗമാവട്ടെ, ചങ്ങലകളാവട്ടെ, കാരാഗ്രഹമാവട്ടെ, വാളാവട്ടെ, ഒന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപെടുത്തില്ല. വേർപെടുത്താത്ത എന്താണ്? പൗലോസ് അടുത്ത വാക്യത്തിൽ പറയാണ്, 37-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും, ഇവയിലെല്ലാം ഞങ്ങൾ പൂർണ്ണ വിജയം കണ്ടെത്തിയിരിക്കുന്നു. എങ്ങനെ? ദൈവസ്നേഹം ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടി, എനിക്ക് വെളിപ്പെട്ട് കിട്ടി. ഈശോയുടെ സ്നേഹം എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നതുകൊണ്ട് ഇതിലൊന്നും ഞാൻ തോറ്റു കൊടുക്കില്ല. ഈശോ എനിക്ക് വേണ്ടി ജയിച്ചു കയറും. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ തോറ്റു നിൽക്കുന്ന സമയത്ത് അവൻ ജയിച്ചു കയറുന്നു. ഞാൻ മരിച്ചു എന്ന് പറയുന്ന സമയത്ത് അവൻ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുകയാണ്. മരണത്തിന്റെ മേൽ വിജയം നേടിയവന്റെ മുമ്പിലോട്ടാണോ നിങ്ങൾ പരീക്ഷ തോറ്റെന്നും പറഞ്ഞ് സങ്കടപ്പെടുന്നത്? എല്ലാവരും നമ്മൾ രോഗങ്ങളൊക്കെ വരുമ്പോൾ സങ്കടപ്പെടാറുണ്ട്, നമ്മൾ പരാതിപ്പെടാറുണ്ട്. പക്ഷെ ഒരു പരാതികളൊക്കെ അവസാനിക്കുന്ന സ്റ്റേജിൽ എത്തണം. പനി ആരുടേത്? തൊണ്ടവേദന ആരുടേത്? ഈ രോഗങ്ങൾ ആരുടേത്? ഈ കണ്ണുനീർ ആരുടേത്? ഈ ജോലി ഇല്ലാത്ത അവസ്ഥ ആരുടേത്? ഈ കുടുംബം തകർന്നു നിൽക്കുന്ന ആരുടേത്? ഈശോടത്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂസിലായിരിക്കും. ഞാൻ മരിച്ചു. ആരാണ് ജീവിക്കുന്നത്? ഈശോയാണ് ജീവിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. ക്രിസ്തുവിനോട് കൂടെ ഒരിക്കൽ മരിച്ചവരാണ് നമ്മൾ. എപ്പോ? മാമോദീസായിൽ അവനോടൊപ്പം അവനോട് ഉയർത്തെഴുന്നേറ്റവരും കൂടെയാണ് നമ്മൾ. എപ്പോ? മാമോദീസായിൽ. അതുകൊണ്ട് ശരിക്കും നമ്മുടെ ആ 3rd സ്റ്റേജ് മാമോദീസായിൽ നടന്നു കഴിഞ്ഞു. നമ്മൾ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തു. ആരാണ് ശരിക്കും മാമോദീസ മുങ്ങിയ ഒരു കുഞ്ഞിന്റെ ഉള്ളിൽ ജീവിക്കണം? ഈശോ, ചൈതന്യം. പക്ഷെ നമ്മൾ ഈ കുഞ്ഞു പാപങ്ങളൊക്കെ ചെയ്ത് ആ ഈശോയുടെ ചൈതന്യം അവിടെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കും. ഈശോയുടെ ചൈതന്യം ചതഞ്ഞിരിക്കും. നമ്മളിങ്ങനെ നിവർന്ന് നിൽക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു, പാപത്തിലേക്ക് വീണ് പോകുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. 3rd സ്റ്റേജിൽ ആണ് നമ്മൾ ശരിക്കും, ഇല്ലേ? മാമോദീസയിൽ കിട്ടിയ ആ ചൈതന്യം നമ്മൾ ഓരോ കൂദാശയിലും വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും കുമ്പസാരിക്കുമ്പോഴും ഒക്കെ ആ ചൈതന്യം പിന്നെയും തെളിഞ്ഞു കിട്ടുകയാണ്. നമ്മൾ മനസ്സിലാക്കുകയാണ്, ഞാനല്ല ജീവിക്കുന്നത്. ആരാണ് ജീവിക്കണേ? ഈശോ എന്നിൽ ജീവിക്കുന്നു. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ.